നമസ്കാരം. ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. BBC-യുടെ ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു സിനിമ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയിലും ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട്, ചില ദൃശ്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഗോദ്ര സംഭവം, ഈ വിഷയമൊക്കെ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയായതിന്റെ ഭാഗമായി വലിയ വിവാദങ്ങളും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ ഒരു RSSകാരൻ തന്നെ ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ CJPയുടെ പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണത്തിനിടെയാണ് ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഇയാൾക്ക് പറയേണ്ടി വന്നത്. ഈ ഡൽഹി പ്രശ്നവുമായി ബന്ധപ്പെട്ട്, സമരവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞത് TG മോഹൻദാസ് ആണ്, മറ്റാരുമല്ല. ഇയാൾ പറഞ്ഞത്, ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, പിരിഞ്ഞു പോകാൻ പറയും, പിരിഞ്ഞു പോയില്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കും, വെടിവെക്കുമ്പോൾ ചില ആളുകളൊക്കെ മരിച്ചു വീഴും, കുറച്ചാളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും, അവർക്ക് ചില അവയവങ്ങളൊക്കെ നഷ്ടപ്പെടും, എന്തായാലും അവസാനം ഈ ശവങ്ങളൊക്കെ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ഇതാണ് സംഭവിക്കുക. 4 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്ന് സകല എണ്ണത്തിനെയും ഞാൻ ഒഴിപ്പിക്കും എന്നാണ് ഇയാൾ പറഞ്ഞത്. എന്തായാലും ഇവിടെ നരേന്ദ്രമോദി മോശക്കാരനല്ല, അദ്ദേഹം അങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ ഇദ്ദേഹം പിന്നീട് പോയത് ഗുജറാത്ത് വിഷയത്തിലേക്കാണ്. ഗുജറാത്തിൽ 14 ജില്ലകളിലാണ് കലാപം ഉണ്ടായത്. ഡൽഹിയിലെ കുറച്ച് പ്രദേശത്ത് നടന്ന പോലുള്ള ഒരു പ്രശ്നമായിരുന്നില്ല. 14 ജില്ലകളിൽ കലാപം ഉണ്ടായി. അന്ന് നരേന്ദ്രമോദി ആയിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി. അടൽ ബിഹാരി വാജ്പേയി പോലും നരേന്ദ്രമോദിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൈവെടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രമാത്രം ശക്തമായ ഇടപെടൽ മോദി നടത്തി എന്നാണ് ഈ TG മോഹൻദാസ് പറയുന്നത്. 14 ജില്ലകളിൽ കലാപകാരികളായിട്ടുള്ള ആളുകളെ, പൊതുനിരത്തിൽ ഇറങ്ങിയ ആളുകളെയൊക്കെ ശരിക്കും കൈകാര്യം ചെയ്തു. മോദിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എമ്പുരാൻ സിനിമയിലുമൊക്കെ ഈ വിഷയം വീണ്ടും ചർച്ചയായി. പുതിയ തലമുറക്ക് ഗുജറാത്ത് കലാപം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വലിയ രൂപമൊന്നുമില്ല. എന്തായാലും ഈ ഒരു കലാപം നടക്കുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും അത്തരത്തിലുള്ള നേരത്തെ പഴയ ആളുകൾക്കൊക്കെ ഈ കലാപം എന്തായിരുന്നു സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു ബോധ്യമുണ്ടാകും. ഈ കലാപം നടക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന വ്യക്തി എന്നുള്ള നിലക്ക് വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ നിർദാക്ഷിണ്യമാണ് കൈകാര്യം ചെയ്തത്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഗർഭം ശൂലത്തിൽ കുത്തിയെടുക്കുക, പച്ചയ്ക്ക് കത്തിക്കുക, അത്രമാത്രം സംഘപരിവാർ ഭീകരത അഴിഞ്ഞാടിയ ഒരു കാലമായിരുന്നു അത്. എന്തായാലും ഇപ്പോൾ നമുക്കൊരു ഡോക്യുമെന്ററിയുടെയും അതുപോലെ തന്നെ ഒരു സിനിമയുടെയും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ എത്തിയിരിക്കുകയാണ്. പുതിയ തലമുറക്കത് മനസ്സിലാക്കാനായി എന്നുള്ളതാണ്. ഒരു RSSകാരന്റെ നാവിൽ നിന്ന് തന്നെ ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരതയെക്കുറിച്ച് അയാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞു പോയാലും സത്യം അത് പുറത്തു വരും എന്ന് പറയാറുണ്ട്. എന്തായാലും അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഒരു RSSകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നു. സാക്ഷാൽ RSSകാരനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് പോലും അംഗീകരിക്കാനാവാത്ത നീക്കമാണ് മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് TG മോഹൻദാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ സംഭവിക്കണമായിരുന്നു, അതുപോലെ ഡൽഹിയിലെ സമരക്കാരെ ഒതുക്കണമായിരുന്നു എന്നാണ് TG മോഹൻദാസ് ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. പല സംഘികളുടെയും മനസ്സിലിരിപ്പ് അത് തന്നെയായിരുന്നു. അങ്ങനെ നടക്കണം, സകല എണ്ണത്തെയും കൊല്ലണം. ഒരു സിനിമാ നടി പറഞ്ഞത്, പേളിമാണി പറഞ്ഞത്, ജീവൻ രക്ഷിക്കണമെങ്കിൽ അവിടെ നിന്ന് പൊക്കോളൂ, നിങ്ങൾ ഉന്നയിക്കുന്നതൊന്നും അത്ര വലിയ വിഷയമല്ല എന്നാണ്. എനിക്കിഷ്ടം കാവ്യാണ് എന്നും ഈ ഒരു നടി പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ പല സംഘികളും ഇവരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു. എന്നാൽ ആ ഒരു ചിന്താഗതി ശരിയല്ല എന്ന് പറഞ്ഞ ചില സംഘപരിവാർ നേതാക്കന്മാരും ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം ആവർത്തിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വല്ല അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമോ എന്നവർ ഭയപ്പെട്ടു. ആ ഭയപ്പെട്ട ആളുകളാണ് മുരളി മനോഹർ ജോഷിയെ പോലുള്ള ആളുകൾ. എന്നാൽ അവിടെ ഒരിക്കലും രംഗം ശാന്തമാകരുത്, സകല എണ്ണത്തെയും കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിച്ച ആളുകൾ ആരൊക്കെയാണ്? ഞാനിവിടെ അവരുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിക്കാർ ആരൊക്കെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഇവിടെ ഏറ്റവും പുതിയ ഒരു നീക്കം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ
തുടക്കം എന്ന് പറയുന്ന സിനിമ ബഹിഷ്കരിക്കുക എന്നൊരവസ്ഥയിലേക്ക് സംഘപരിവാരങ്ങൾ പോയിരിക്കുന്നു. അതാണ് അവരുടെ പുതിയ അജണ്ട. തുടക്കം ഒടുക്കമാകും എന്നൊക്കെ പറഞ്ഞവർ സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവാണ്. എന്തായാലും സംഘപരിവാരങ്ങൾ ബഹിഷ്കരിച്ച ഒരു സിനിമയും ഇവിടെ വിജയിക്കാതിരുന്നിട്ടില്ല. അതേസമയം അവർ ഏത് സിനിമയ്ക്കൊപ്പം നിന്നോ ആ സിനിമയൊക്കെ വളരെ ഭംഗിയായി പരാജയപ്പെട്ടിട്ടുമുണ്ട്. കേരളത്തിലെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇവിടെ സംഘപരിവാരങ്ങളുടെ വിസ്മയ മോഹൻലാലിന്റെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അവരുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള മലയാളികൾ ആ സിനിമ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സിനിമ തുടക്കം അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഏറിയ പങ്കും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മോഹൻദാസിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു കാര്യം, ഗുജറാത്ത് കലാപത്തിന്റെ ഭീകരത അത് ഒരു RSS കാരന്റെ വായിൽ നിന്ന് തന്നെ അത് പുറത്തു വന്നല്ലോ, അത് പറയാൻ താങ്കൾ തയ്യാറായല്ലോ. അക്കാര്യത്തിൽ താങ്കളോടുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്.